ഹലോ ഗൈസ്, ഞാനിന്ന് കോഴിക്കോട് പോകാം കേട്ടോ. മെയിനായിട്ട് അവനെ കൊണ്ട് ബേബിയിലൊന്ന് പോകണം. 1 month കഴിഞ്ഞതിന് ശേഷം ഇന്നാണ് ഞങ്ങൾ പോകുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ നെസ്റ്റോലൊന്ന് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് പർച്ചേസിങ് ഉണ്ട്. ഒന്നാമത് ഇഫ്താറൊക്കെ അല്ലേ, അല്ലറ ചില്ലറ ഷോപ്പിംഗ്. അങ്ങനെ ഞങ്ങൾ നേരെ ബേബിയിലെത്തി. ഈ ഹോസ്പിറ്റലിൽ ബേബീന്ന് പേരിട്ടതിൻ്റെ പിന്നിലൊരു കഥയുണ്ടെന്ന് ഞാൻ കേട്ടി. പക്ഷെ എന്താ കഥ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ആദ്യം ഞാൻ വിചാരിച്ച് ഡെലിവറി മാത്രമേ ഉണ്ടായിരിക്കുന്നു. പക്ഷെ ഇവിടെ ഡെലിവറി മാത്രമല്ല, അല്ലാണ്ടുള്ള പേഷ്യൻസ് ഇവിടെ വരുത്തുന്നുണ്ട്. അത്യാവശ്യം തിരക്കൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് കുറേ നേരം അവിടെ ഇരിക്കുകയും ചെയ്തിരിക്കും. അങ്ങനെ ബേബീനെ ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഗോകുലം മാളിലെ നെസ്റ്റോയിലേക്കാണ്. ആടെ കയറിയതും പഠിച്ചോനെ എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്നൊരു തിരുവാടില്ലാണ്ടായിപ്പോയി. കാരണം എന്തൊക്കെ ഐറ്റംസാണ്. ഒന്നാമത് ഇഫ്താർ ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് കുറേ സാധനം ഉണ്ട് അവിടെ. ഒരു വണ്ടി എടുത്തോണ്ട് ആടെ നിന്ന് ഇവിടുന്ന് എന്തൊക്കെയോ പെറുക്കിട്ടി. എനിക്ക് ഫുഡിനോട് വലിയ താല്പര്യങ്ങളില്ലെങ്കിലും ഇങ്ങനെ പർച്ചേസ് ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ ഐറ്റംസൊക്കെ ട്രൈ ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം നോക്കി ഞാൻ എത്തിയത് ഐസ്ക്രീമിനെടുത്താണ്. ഞാനും ഒന്ന് എടുത്ത് നോക്കി ഐസ്ക്രീം. ഒരുപാട് റേറ്റിൻ്റെ ഐസ്ക്രീമിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം അതൊക്കെ തിന്ന് തീർക്കണ്ടേ. ഇനി ഇതൊക്കെ തിന്ന് തീർക്കാൻ എൻ്റെ അടുത്ത് ആളുള്ളത് കൊണ്ട് ഞാൻ എന്തും പേടിക്കണം മാമ. ആണെന്നിട്ട് ഞാൻ നേരെ പോയത് ഫുഡിൻ്റെ ഭാഗത്തേക്ക് കേട്ടോ. അവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഞാൻ നോക്കിയത് പിസയിലേക്കാണ്. അങ്ങനെ പിസയും വാങ്ങി സാൻഡ്വിച്ച് ആണോ അല്ല എനിക്ക് അറിഞ്ഞൂടാ. സാൻഡ്വിച്ച് പോലെ തോന്നിക്കുന്ന ഒരു സാധനം. ബാക്കിയുള്ള ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ ബില്ലടിക്കാൻ പോയി. അവിടെ നിന്ന് ബില്ലടിച്ച് എന്നിട്ട് ഞാൻ നേരെ മറ്റേ വണ്ടി പാർക്ക് ചെയ്തത് അണ്ടർഗ്രൗണ്ടില്ല അവിടത്തേക്ക് പോയിട്ട് ഈ വാങ്ങിയ ഫുഡൊക്കെ അങ്ങ് അടിച്ച് മാറി. അങ്ങനെ താൽക്കാലികമായി വെച്ചപ്പെടുക്കി ഞങ്ങൾ നേരെ ബാലു നേരെ വണ്ടിയെടുത്ത് അടുത്ത സ്പോട്ടിലേക്ക് പോയി. സത്യത്തിൽ നല്ല അടിപൊളി ഫുഡ് ഉച്ചയോണ് കിട്ടുന്ന ഒരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ സംഭവ ബഹുല ചാരണത്താൽ വഴി മാറിയതാണോ അതോ വഴി തെറ്റിയതാണോ എന്നറിഞ്ഞൂടാ. ഏടിയോ അല്ല, ഒരു പുഴവക്കത്തെത്തി നല്ല തണുപ്പും നല്ല കാറ്റും നല്ല തണലും. അപ്പോൾ പിന്നെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ആടുന്നവരായിട്ട് നല്ല തകൃതിയായിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. കണ്ടാലും ഞാൻ വിചാരിച്ചത് അപ്പം കിട്ടിയിരുന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ ഞാൻ നേരെ ഓട്ടുപുരയിലേക്ക് കയറി. അവിടെ ബിരിയാണി, സദ്യ, മന്തി എന്ന് കണ്ട വിഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഊണാ പറഞ്ഞത്. എനിക്കതാ ഇഷ്ടം. അതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ നേരെ വീട്ടിൽ